ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കവർ യൂസ് ചെയ്തിട്ട് ചാച്ചാജിക്ക് നമുക്ക് റോസ് ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 3 ടൈപ്പ് റോസ് ഫ്ലവർ മേക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു കവറിന്റെ ഉൾഭാഗം വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കവറിന്റെ ഈ ഒരു വള്ളിയാണ് കേട്ടോ ഫസ്റ്റത്തെ റോസ് ഫ്ലവറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അത് വീണ്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ക്വയറിൽ നിന്നും ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പെയിന്റ് കുപ്പിയുടെ അടുപ്പ് വെച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 8 പെറ്റൽസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കമ്പിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിക്നെസ് കുറഞ്ഞ കമ്പിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തിക്നെസ് കൂടിയിട്ടുള്ളൊരു കമ്പി ഇതുപോലെ എടുത്തിട്ടുള്ളത്. ആ ഒരു കമ്പി ഉള്ളിൽ വെച്ചിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇതുപോലെ ഓരോ പെറ്റൽസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ഉള്ളിൽ വരുന്ന ആ ഒരു പെറ്റൽ നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചുരുണ്ടിരിക്കുന്ന രീതിയിൽ വേണം അത് ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് അതിനേക്കാൾ കുറച്ചൊരു വലുപ്പത്തിൽ അടുത്ത പെറ്റൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. കൈ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു കവറും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എക്സ്ട്രാ കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ പെറ്റൽസും 1 by 1 ആയിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റുള്ള പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഒന്ന് ആ ഒരു പൂ വിടർത്തിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ലാസ്റ്റ് എല്ലാ പെറ്റൽസും ഞാൻ ഇതുപോലെ ഒന്ന് വിടർത്തിയെടുത്തപ്പോൾ പെറ്റൽസ് കുറവുള്ള പോലെ തോന്നി കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു കവറിൽ നിന്ന് ഈ ഒരു പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 സൈഡും നമുക്ക് റെഡ് കളർ തന്നെയാണ് കിട്ടുന്നത്. ആ ഒരു വള്ളിയുടെ ബാക്കി ഉണ്ടായ ആ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് കാണുന്ന പോർഷനൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു സൈസിൽ തന്നെ റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനേക്കാൾ തൊട്ട് വലിപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ചുറ്റിനുള്ള ആ ഒരു പെറ്റൽസ് വെക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള പെറ്റൽസ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു 4 പെറ്റൽസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവറിന് കുറച്ചും കൂടി ഒരു വലുപ്പം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നേരത്തേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ടില്ലേ നമ്മുടെ റോസ് ഫ്ലവർ. അപ്പോൾ റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടേപ്പ് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ ടേപ്പിൽ ഓൾറെഡി ഒരു ഗ്ലൂ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റെമ്മ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ ടേപ്പിൽ നിന്നും ഇതുപോലെ ചെറിയ 4 പീസുകളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് 4 നല്ല പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അറ്റ ഭാഗം മാത്രം ചെറിയൊരു കോൺ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഇത് റോസ് ഫ്ലവറിൻ്റെ 4 സൈഡിലായിട്ട് വച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റോസ് ഫ്ലവറിന് ഒരു നാച്ചുറൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കത്രിക യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഷേപ്പ്. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് 4 ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂ ഗൺ വേണമെന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ഒരെണ്ണം സ്റ്റിക്ക് ചെയ്തപ്പോൾ ഗ്ലൂ ഗൺ കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇത് ഗ്രീൻ ടേപ്പിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടും നല്ല രീതിക്ക് സ്റ്റിക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി 3 എണ്ണം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ റോസ് ഫ്ലവറിന് നാച്ചുറൽ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വിടർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പെറ്റൽസിന് നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്രാഫ്റ്റിലേക്ക് പോകാം. ഈ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കവറിൻ്റെ നെക്സ്റ്റ് വള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വള്ളി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് കട്ടിങ് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക, അവിടെ ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ. വീണ്ടും അതൊന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈക്വൽ പാർട്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് 2 കട്ടിങ് കൂടിയും കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. കണ്ടില്ലേ, ഇനി ഈ ഓരോ കട്ടിങ്ങിൻ്റെ നമുക്കൊന്ന് അതൊരു പെറ്റൽസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ കട്ടിങ്ങും കേർവ് ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് പെറ്റൽസും ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ പെറ്റൽസും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ പെറ്റൽസും ഇതുപോലെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നീളത്തിലും വീതിയിലും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. പെറ്റൽസിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഒന്ന് ചുരുട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ, അംഗനവാടി പഠിക്കുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ളൊരു കുഞ്ഞു റോസ് ഫ്ലവർ ആട്ടോ. ഉള്ളിലുള്ള ലെയേഴ്സ് നല്ല രീതിയിൽ ചെറുതായിട്ട് തന്നെ ചുരുട്ടിയെടുക്കുക. പിന്നെ പുറത്തേക്ക് വരുന്ന ഓരോ പെറ്റൽസും ചെറിയ രീതിയിൽ വിടർന്ന് വരുന്ന റോസ് ഫ്ലവറിൻ്റെ രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം ചെറിയൊരു ത്രെഡ് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പെറ്റൽസൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ല ടൈറ്റായിട്ടൊരു ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റെം വേണം. അപ്പോൾ ആ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കമ്പി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് തന്നെ നല്ല കട്ടിയിലൊന്ന് ചുറ്റി കൊടുക്കാം താഴത്തേക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അത്രയും ഒരു ഗ്രീൻ ടേപ്പ് വേസ്റ്റ് ആവില്ല. അതല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് തന്നെ നല്ല കട്ടിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. പിന്നെ നേരത്തെ ചെയ്ത ആ ഒരു റോസ് ഫ്ലവറിൽ വച്ച പോലെ 4 ചെറിയ ഇതുപോലത്തെ ലീഫുകളൊന്ന് വച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റോസ് ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റോസ് ഫ്ലവർ എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. മൂന്നാമത്തെ റോസ് ഫ്ലവറും ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ കവർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവറിൻ്റെ ഉൾഭാഗത്ത് വൈറ്റ് ആട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സൈഡും ഒന്ന് കൂട്ടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ബെഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബുക്കിൻ്റെ അടിയിലോ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും കേട്ടോ. അതിന് ശേഷം അതൊന്ന് കറക്റ്റ് ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ഒരു കാർഡ്ബോർഡിലൊന്ന് വെട്ടിയെടുക്കാം. അത് ഈ ഒരു നമ്മുടെ ഈ ഒരു കവറിലേക്ക് ഒന്ന് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഓരോ പെറ്റൽസും ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു അറ്റഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. കേട്ടില്ലേ, ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതുപോലൊരു കവറിൻ്റെ പീസ് വേണം. അതിലേക്ക് ചെറിയൊരു പീസ് പേപ്പർ ഇതുപോലെ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഫ്ലവർ ബഡ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ആ ഒരു പേപ്പർ ബോളിന് ചുറ്റുമായിട്ട് ഈ ഒരു കവറ് നല്ല രീതിയിലൊന്ന് ചുരുട്ടിയിട്ട് ഫ്ലവർ ബഡ് ആക്കിയെടുക്കാം. അതിനുശേഷം ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഓരോ പെറ്റൽസും ഇതുപോലെ വച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ വരിഞ്ഞു മുറുക്കി കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ പെറ്റൽസ് കഴിഞ്ഞിട്ടും കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ
ഇതുപോലെ ത്രെഡ് കെട്ടിക്കൊടുക്കണം. അതല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലവറിന് കുറച്ചും കൂടി ഒന്ന് കട്ടി കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ത്രെഡ് മാത്രം യൂസ് ചെയ്യുന്നത്. ഓരോ പെറ്റൽസും വയ്ക്കുന്നതിന് മുമ്പായിട്ട് ട്വിസ്റ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എല്ലാ പെറ്റൽസും ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓരോന്ന് ഇതുപോലെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ താഴെ ഭാഗത്ത് ഒരുപാട് കട്ടി വരയില്ല. ഇനി ഗ്രീൻ ടേപ്പിൽ നിന്നും 4 ചെറിയ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അറ്റ ഭാഗം മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ 4 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവറിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ടേപ്പ് ചുറ്റിയപ്പോഴും ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതുപോലൊരു കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആ ഒരു കമ്പി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഭാഗത്തേക്ക് വീതി കുറവായതുകൊണ്ട് കുറച്ച് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റെമ്മിൽ അത്യാവശ്യം വീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഒരു റോസ് ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെറ്റൽസിൻ്റെ മുകളിലായിട്ടൊരു വൈറ്റ് പോർഷൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വൈറ്റ് പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പെയിൻറ്റ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രാഫ്റ്റ് എംബ്രോയ്ഡറി വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനോടെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.